അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ. വിശുദ്ധമായ റമദാൻ മാസം അതിൻ്റെ അവസാനത്തെ പത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയെ പ്രതീക്ഷിക്കുന്ന രാവുകളാണ് ഇനി നമ്മുടെ മുന്നിൽ ഉള്ളത്. ആരാധനകളാലും പ്രാർത്ഥനകളാലും നിർഭരമാവേണ്ട സമയമാണ് ഇനിയുള്ള യാമങ്ങൾ. അള്ളാഹുവിൻ്റെ സമീപത്തേക്ക് അതിവേഗം സഞ്ചരിക്കാനുള്ള ഒരു സമയം കൂടിയാണ് രാത്രി. രാത്രിയുടെ സവിശേഷതകൾ പലതാണ്. വിശുദ്ധ ഖുർആൻ അവതരിച്ചത് രാത്രിയായിരുന്നല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൻ്റെ സമീപത്തേക്ക് പ്രയാണം നടത്തിയതും രാത്രിയുടെ യാമങ്ങളിലായിരുന്നു അല്ലേ? വിശ്വാസത്തിൻ്റെ സംരക്ഷണത്തിനായി മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള പാലായനത്തിന് തുടക്കം കുറിച്ചതും രാത്രി തന്നെയാണ്. ഖുമില്ലൈല ഇല്ലാ ഖലീല. രാത്രിയിൽ അല്പമൊഴിച്ച് ബാക്കിയുള്ള സമയങ്ങളെല്ലാം ഉണർന്നിരിക്കാനും നിസ്കാരാദികളിൽ ചെലവഴിക്കാനുമാണ് ഹബീബായ നബി തങ്ങളോട് കൽപ്പിക്കപ്പെട്ടത്. എല്ലാവരും കൂർക്കം വലിച്ച് ഉറങ്ങുന്ന സമയത്ത് അള്ളാഹുവിനോട് ദുആ ചെയ്യാനായി കൈകൾ നീട്ടി വിരിപ്പ് വിട്ട് എണീക്കുന്നവരെ ഖുർആൻ പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട്, പ്രശംസിച്ചിട്ടുണ്ട്. സൂഫികളിൽ പ്രധാനിയായിരുന്ന ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദ് എന്നവരെ മരണശേഷം സ്വപ്നത്തിൽ ദർശിച്ചപ്പോൾ കൂട്ടുകാരൻ ചോദിച്ചുവെന്നാണ്, ജീവിതകാലത്ത് ചെയ്ത കർമ്മങ്ങളിൽ മരണശേഷം ഏറ്റവും പ്രയോജനകരമായത് എന്താണ്? ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി ഇതായിരുന്നു: പലരോടും പറഞ്ഞു വെച്ച വാക്കുകൾ ഒക്കെ വ്യർത്ഥമായി, മറ്റു പലർക്കും നൽകിയ സൂചനകളും നാമാവശേഷമായി. പക്ഷേ നിശയുടെ നിശബ്ദതയിൽ അർദ്ധരാത്രിയിൽ നിർവഹിച്ച ഏതാനും കൊച്ചു കൊച്ചു റക്അത്തുകൾ മാത്രമാണ് ഉപകാരപ്പെട്ടത്. സുബ്ഹാനല്ലാഹ്. അതിനാൽ രാത്രിയുടെ യാമങ്ങൾ വളരെ പ്രധാനമാണ്. അവസാന യാമങ്ങളിൽ പ്രപഞ്ചനാഥനായ അള്ളാഹു ഭൂമി ലോകത്തോട് കൂടുതൽ സമീപസ്ഥനാകുമെന്ന ഹദീസുകൾ നമുക്ക് ഇതിനോട് ചേർത്ത് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന രാത്രികളെ നമുക്ക് പരമാവധി ഉപയോഗപ്പെടുത്താം. അതിൽ തന്നെ ഏതെങ്കിലും ഒരു രാത്രി ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും വലിയ ഭാഗ്യമാണ് ലഭിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.